ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ സ്റ്റഡി വിത്ത് മ്യൂസിക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നടന്ന ഇംഗ്ലീഷ് എക്സാമിൻ്റെ ഒരു റിവ്യൂ പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇംഗ്ലീഷ് എക്സാം എനിക്ക് അത്യാവശ്യം ഈസി ആയിട്ടാണ് തോന്നിയത്. നിങ്ങൾക്ക് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം ഇംഗ്ലീഷ് ഇതുവരെയുള്ള എക്സാമിനെ വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിലും അല്ലാതെയാണെങ്കിലും നല്ല അത്യാവശ്യം എളുപ്പമുള്ളൊരു എക്സാം ആയിരുന്നു. എന്ന് പറഞ്ഞാൽ സാധാരണ ചോദിക്കുന്ന ചില ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടില്ല, ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചില്ല, അതുപോലെ ചില ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചില്ല. പിന്നെ ബ്ലോഗ് ചോദിച്ചിട്ടുണ്ട്, അതുപോലെ എഡിറ്റിംഗ് ചോദിച്ചിട്ടുണ്ട്. പാസീവ് വോയിസ് ആണെന്ന് പറയാതെ കംപ്ലീറ്റ് ദ സെൻറ്റൻസ് എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഈ ഇഡിയംസ് ചോദിച്ചിട്ടുണ്ട്, റിപ്പോർട്ടഡ് സ്പീച്ച് ചോദിച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റാമറിൻ്റെ ഏതാണ് എഴുതാൻ ചോദിച്ചത്. സ്റ്റാമറിൻ്റെ അപ്രിസിയേഷൻ പോലല്ല, അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യാനല്ല, അതിനെപ്പറ്റി എഴുതാനല്ല പറയുന്നത്, നമ്മുടെ ഓൺ വേർഡ്സിൽ അങ്ങ് എഴുതാനാണ് പറഞ്ഞത്. അപ്പം ആ അലിട്രേഷൻ സിമിലി അതൊന്നും എഴുതണ്ട. പിന്നെ അതുപോലെ ഹൊർഗല്ലൂൻ്റെയാണ് ബ്ലോഗ് എഴുതാൻ പറഞ്ഞിരുന്നത്. അത് പറഞ്ഞ് വെർബ് അതിൻ്റെ ഒരു ഫോം തന്നിട്ട് അത് നമ്മൾ കറക്റ്റ് ഫോം എടുത്ത് എഴുതാനുണ്ടായിരുന്നു. അതൊക്കെ അത്യാവശ്യം എളുപ്പമുള്ളതായിരുന്നു. പിന്നെ സ്ക്രിപ്റ്റ് 2-3 ചോദിച്ചെന്ന് തോന്നുന്നു. സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ സ്പീച്ച് 2 കണ്ട് ചോദിച്ചു. സ്ക്രിപ്റ്റ് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ സ്പീച്ച് തന്നെ എഴുതിയാൽ മതി. സ്പീച്ച് 2 ചോദിച്ചു. പിന്നെ എസ്സേ ഉണ്ടായിരുന്നു, എസ്സേ 2 ചോദിച്ചു. പിന്നെ നമുക്ക് ലാസ്റ്റ് സെക്ഷനിൽ നിന്ന് ചോദിച്ചാൽ അത്യാവശ്യം എളുപ്പമുള്ളതായിരുന്നു. ലാസ്റ്റിൽ നിന്ന് ഫസ്റ്റ് ചാപ്റ്ററിൽ, അത് നമ്മൾ എല്ലാവരും മിക്കവാറും നന്നായിട്ട് പഠിച്ചു വെക്കുന്നൊരു ചാപ്റ്ററാണ് 3 L's ഓഫ് എംപവർമെൻറ്റ്, തുടക്കമായതുകൊണ്ട് അതിൽ നിന്നാണ് ചോദിച്ചേക്കുന്നത്. അതിനകത്ത് നമ്മൾ സാധാരണ ഉള്ള ആ ഒരു ലേണിംഗ് ലേബർ ലീഡർഷിപ്പ്, ആ 3 L's അതുപോലെ പിന്നെ അതിനെപ്പറ്റി നമ്മുടെ കുറച്ച് എക്സാമ്പിൾസും. നമ്മുടെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ആരൊക്കെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റി ഒക്കെ ഇല്ല, ഞാനിവിടെ മലാല യൂസഫ്സായി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ വുമൺ ഇതിൽ നിന്നിട്ട് ലീഡർഷിപ്പ് ഒക്കെ കാണിക്കുന്ന കുറച്ച് ആൾക്കാരുടെ എഴുതണം എക്സാമ്പിളായിട്ട്. അതൊക്കെ എഴുതിയാൽ മതി, അതും എളുപ്പമുള്ളതായിരുന്നു. 28-ാമത്തേതാണെങ്കിൽ നമുക്ക് റെസ്യൂം, ലെറ്റർ ഓഫ് ആപ്ലിക്കേഷൻ, CV എന്ന് പറയുമ്പോൾ റെസ്യൂം അത് തയ്യാറാക്കാൻ. പിന്നെ ആദ്യത്തെ സെക്ഷനിൽ നിന്നാണെങ്കിൽ ഐഡൻറ്റിഫൈ ദ പോയം, അത് ലവ് എ വാൾ എന്ന് പറയുമ്പോൾ തന്നെ മെൻഡിങ് വാളാണ്. അപ്പം അത്. പിന്നെ ഫിഗർ ഓഫ് സ്പീച്ച് ആയിരുന്നു എനിക്ക് ഇച്ചിരി കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു അലിട്രേഷൻ അല്ലെങ്കിൽ പേഴ്സോണിഫിക്കേഷൻ ആണെന്ന് തോന്നുന്നു, മെറ്റഫർ ആണെന്ന് തോന്നുന്നില്ല. പക്ഷേ മെറ്റഫർ എഴുതിയ ആൾക്കാരും ഉണ്ട്. അപ്പം ഏതാ കറക്റ്റെന്ന് അത് ശരിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ 3-ാമത്തേതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ ഉള്ളതാണ്. പിന്നെ 4-ാമത്തേത് നമുക്ക് വാങ്ങരി മത്തായി. 5-ാമത്തേത് അതെല്ലാം 5ഉം 6ഉം ആ ഒരു പാരഗ്രാഫിൽ തന്നെ ഉണ്ട്. 7-ാമത്തേതും എളുപ്പമായിരുന്നു, അത് പാസീവ് വോയിസ് ആക്കി എഴുതാൻ, ആക്റ്റീവ് വോയിസ് തന്നിട്ട് പാസീവ് വോയിസ് ആയിട്ട് എഴുതാൻ. 8-ാമത്തെ എഡിറ്റ് ചെയ്യാൻ, ആകെ 2 ഉള്ളായിരുന്നു അവിടെ എഡിറ്റ് ചെയ്യാൻ, ബട്ടിൻ്റെ അവിടെ ആൻഡും ആൻഡിൻ്റെ അവിടെ ബട്ടും. പിന്നെ 9-ാമത്തേത് സെൻട്രൽ തീം ഓഫ് അവർ ഓഫ് ട്രൂത്ത്, അത് നമ്മൾ ഓണസ്റ്റി എന്നുള്ളതല്ലേ. പിന്നെ 10-ാമത്തേത് സ്റ്റാമറിനെ പറ്റിയിട്ട് ആദ്യം എന്താണ് പറയുന്നത്, പിന്നെ എങ്ങനെ സ്റ്റാമറിനെ സൈലൻസുമായിട്ട് കണക്ട് ചെയ്യുന്നതിനെ പറ്റി. സ്റ്റാമർ ഈസ് ദ സൈലൻസ് ബിറ്റ്വീൻ വേർഡ് ആൻഡ് ഡീഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. പിന്നെ റിപ്പോർട്ടഡ് സ്പീച്ച് എല്ലാ വട്ടം ചോദിക്കുന്നതാണ്. 12-ാമത്തേത് ഇഡിയംസ് ഞങ്ങൾക്ക് യൂണിറ്റ് എക്സാമിന് ചോദിച്ചു, പിന്നെ ഇപ്പോഴാണ് ചോദിക്കുന്നത് ഇഡിയംസ്. ഞാനിങ്ങനെ എഴുതി, ആദ്യത്തേത് പ്രോസ് ആൻഡ് കോൺസും, 2-ാമത്തെ ഇൻ എ നട്ട്ഷെല്ലും, അങ്ങനെ ഞാൻ എഴുതിയത്. പിന്നെ 13-ാമത്തേത് എനി വുമൻ്റെത് ചോദിക്കുന്നത് തന്നെ എപ്പോഴും. 14-ാമത്തേത് ഹോർഗല്ലൂൻ്റെ ബ്ലോഗ്. 15-ാമത്തേത് സ്റ്റാമറിൻ്റെ നമ്മുടെ വാക്കിൽ എഴുതാൻ. 16 4 ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ എഴുതാൻ, അതും വലിയ പാടൊന്നുമില്ല, എല്ലാവട്ടും ചോദിക്കുന്ന ഇൻ്റർവ്യൂ. 17-ാമത്തേത് വെർബിൻ്റെ ഫോം തന്നിട്ട് ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതാൻ. 18-ാമത്തേത് ഷോർട്ട് പാരഗ്രാഫ് ആക്കിയിട്ട് ഡ്രഗ് റിലേറ്റഡ് ഹെൽത്ത് ഡിസോർഡർ അതിനെ പറ്റിയിട്ട് എഴുതാൻ, അത് ഞാൻ എഴുതിയില്ല. 19-ാമത്തേത് ചെറിയൊരു സ്പീച്ച് എഴുതാൻ, നമ്മളൊരാളെ ഇൻവൈറ്റ് ചെയ്യുന്നതായിട്ട്, സ്റ്റേജിലോട്ട് ഇൻവൈറ്റ് ചെയ്യത്തില്ലേ, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഇൻവൈറ്റ് അല്ല ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് ഓഡിയൻസിന്. പിന്നെ 20-ാമത്തേത് സപ്രഷൻ ആൻഡ് റെസിസ്റ്റൻസ്, അതിനെ പറ്റിയിട്ട് ഒരു ആർട്ടിക്കിൾ എഴുതാൻ, നമ്മളൊരു മാഗസീനിൽ ന്യൂസ് പേപ്പറിലൊക്കെ ആർട്ടിക്കിൾസ് വരത്തില്ലേ, അതുപോലെ എഴുതിയാൽ മതി എന്ന് പറഞ്ഞു ടീച്ചർ. 21-ാമത്തെ ഞാൻ എഴുതിയില്ല, ഞാൻ ഇതിനകത്ത് 2 ഓർ ഒഴിച്ച് ബാക്കിയെല്ലാം എഴുതി, എനിക്ക് അത്യാവശ്യം സമയം കിട്ടി. പിന്നെ 22-ാമത്തേത് ഒരു ഇമെയിൽ ഇർഫാൻ ആലം എന്നെ എഴുതാൻ, അത് മിക്കവാറും വരുന്ന ക്വസ്റ്റ്യനാണ്. 23-ാമത്തേത് റൈസ് എന്നുള്ള പോയം വെച്ചിട്ട് സ്ക്രിപ്റ്റ് ഓഫ് സ്പീച്ച് ഓൺ റോൾ ഓഫ് ലോക്കൽ ഫാമിംഗ് ഇൻ പ്രൊമോട്ടിംഗ് കൾച്ചറൽ ഐഡൻറ്റിറ്റി ആൻഡ് ഹെറിറ്റേജ് ഇൻ കേരള. അപ്പോൾ അതിൻ്റെ ഹിൻറ്റും ഒക്കെ തന്നിട്ടുണ്ട്, കണക്ഷൻ ബിറ്റ്വീൻ കൾച്ചറും അഗ്രികൾച്ചറുമായിട്ടുള്ള ബന്ധമൊക്കെ ലിങ്ക് ചെയ്തൊക്കെ എഴുതിയാൽ മതി, അതും വലിയ പാടൊന്നുമില്ല. 24-ാമത്തേതാണെങ്കിൽ നമുക്ക് എസ്സേ, ഇമ്പാക്റ്റ് ഓഫ് ഡ്രഗ് അബ്യൂസ് എന്നുള്ളൊരു ടോപ്പിക്കുള്ള എസ്സേ, അത് മിക്കവാറും ചോദിക്കുന്നതാണ്. 25-ാമത്തേത് ലെറ്റർ ടു മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫ് യുവർ സിറ്റി, അത് ഒരു പബ്ലിക് പാർക്കിനും അതുപോലെ ഗ്രീൻ ഏരിയാസിനും വേണ്ടിയിട്ട് കുറച്ചുകൂടെ സ്ഥലം അലോക്കേറ്റ് ചെയ്ത് തരണമെന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു ലെറ്റർ. അത് നമുക്ക് എല്ലാ വട്ടവും അതിൻ്റെ ഫോർമൽ ലെറ്റർ ചോദിക്കുന്നല്ലേ, അപ്പോൾ അതും പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ലാസ്റ്റിലത്തെ ഇത് ഞാൻ എഴുതിയിട്ടില്ല, ആകെ 3 ഒഴിച്ച് ഓപ്ഷനെല്ലാം ബാക്കിയെല്ലാം അറ്റൻഡ് ചെയ്യാനുള്ള ടൈം കിട്ടി. 26-ാമത്തേത് ദ ഹേർട്ട് ഓഫ് ദ എർത്തിനെയും റൈസിനെയും തമ്മിൽ കമ്പയർ ചെയ്യാൻ. 27-ാമത്തേത് ഞാൻ പറഞ്ഞല്ലോ 3 L's ഓഫ് എംപവർമെൻറ്റിൻ്റെത്. 28-ാമത്തേത് ഒരു ഇംഗ്ലീഷ് ടീച്ചറിൻ്റെ പോസ്റ്റ് ഉണ്ട്, അപ്പോൾ അതിൻ്റെത്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ.
വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു സാധാരണയൊക്കെ വെച്ച് നോക്കുമ്പോൾ. ഇതുവരെയുള്ള ഇംഗ്ലീഷ് എക്സാമുകളും വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഇച്ചിരി എളുപ്പം തോന്നി. ഈ ക്യാരക്ടർ സ്കെച്ചൊക്കെ വരുമ്പോൾ നമുക്ക് ഒരുപാട് സമയം പോകുന്നത്, അങ്ങനെ പെട്ടെന്ന് സമയം പോകാത്ത തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു 4 മാർക്കിൻ്റെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. അതൊക്കെ പെട്ടെന്ന് എഴുതി തരുമായിരുന്നു. ഞാൻ ലാസ്റ്റിൽ നിന്ന് എഴുതി തുടങ്ങി. ആദ്യത്തെ ഈ 8 ക്വസ്റ്റ്യൻ എഴുതി, എന്നിട്ട് പിന്നെ ലാസ്റ്റിലെ ക്വസ്റ്റ്യൻ എഴുതിയത്. ലാസ്റ്റിലത്തെ 27 എഴുതി, 28 എഴുതി, പിന്നെ 22 എഴുതി. അങ്ങനെ ഈ ഒരു ഓർഡറിൽ പോകുമായിരുന്നു. ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് 2 മാർക്കിൻ്റെ വരെ വന്നിങ്ങനെ നിന്നു. അങ്ങനെയാണ് ഞാൻ എഴുതിയത്. അപ്പം നിങ്ങൾക്കെല്ലാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാം. എനിക്ക് അത്യാവശ്യം നല്ലൊരു എക്സാം ആയിരുന്നു. എങ്ങനെ ഉണ്ടെന്നൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.